എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജൂഹി കി കലി എന്ന് പറയുന്ന കവിതയാണ് എടുക്കാൻ പോകുന്നത്. ഛായാവാദ യുഗത്തിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധനായ കവി സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്ന് പറയുന്ന കവിയുടേതാണ്. നമുക്കറിയാം ഛായാവാദ് കെ ചാർ സ്തംഭ് ഹെ: ജയശങ്കർ പ്രസാദ്, സുമിത്രാനന്ദ് പന്ത്, സൂര്യകാന്ത് ത്രിപാഠി നിരാല और एकमात्र कवियत्री है മഹാദേവി വർമ്മ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ ആ റൊമാൻറ്റിക് പോയിറ്റാണ് നമ്മുടെ നിരാല, സൂര്യകാന്ത് ത്രിപാഠി നിരാല. നമ്മൾ പഠിക്കാൻ പോകുന്ന കവിത ജൂഹി കി കലി. ജൂഹി കി കലി എന്ന് പറഞ്ഞാൽ മുല്ലമൊട്ടാണ്. മുല്ലമൊട്ട് ഇങ്ങനെ വിരിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്നത് പ്രണയമാണ്. പ്രകൃതിയിലൂടെ പ്രണയത്തെയാണ് ഇവിടെ വളരെ സുന്ദരമായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നത്. വളരെ സുന്ദരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ സഹായത്തോടു കൂടി പ്രകൃതിയുടെ പ്രതീകങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൊമാൻറ്റിക് പോയറ്റാണ് നിരാല. അതുകൊണ്ട് തന്നെ പ്രണയം എന്തായാലും ഉണ്ടാകും. പ്രണയമില്ലാതെ ഒരു ജീവിതവും ഇല്ലല്ലോ. മനുഷ്യനും പ്രണയം ഇല്ലാതെ ഒരു ജീവിതമില്ല. പ്രകൃതിയും നമ്മളറിയാതെ പ്രകൃതി തമ്മിൽ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. പ്രകൃതിയും പ്രേമവും വളരെ കണക്റ്റഡാണ്. പ്രകൃതി ഇല്ലെങ്കിൽ എന്ത് പ്രണയം. ഇവിടെ जूही की कली कविता सूर्यकांत त्रिपाठी निराला द्वारा रचित कविता है, जिसमें जूही की कली और पवन का मानवीकरण किया गया है. ഇതിലൂടെ മാനവീകരണം ചെയ്തിരിക്കുകയാണ്. जूही की कली यहाँ एक नायिका है. नायिका जूही की कली नायक पवन के वियोग में है. नायक पवन उसे छोड़कर दूर मलयागिरी के पर्वत पर चला गया है. ഇവിടെ ഒരു മുല്ലമുട്ടിൻ്റെയും ഒരു പവൻ കാറ്റിൻ്റെയും നമ്മുടെ ചന്ദന മരത്തിൽ നിന്നൊക്കെ വരുന്ന സുഗന്ധം കൊണ്ടുവരുന്ന കാറ്റ്, സുഗന്ധവായു ആണ് ഇവിടെ പവനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. മലയാനിൽ എന്ന് പറഞ്ഞാലും കാറ്റ് തന്നെയാണ്. പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് മലയോരങ്ങളിൽ നിന്ന് വരുന്ന ചന്ദന സുഗന്ധം നിറഞ്ഞ വായുവാണ് മലയാനി. അതുപോലെ പ്രണയിനി, അതായത് പ്രിയതമനും പ്രിയയും തമ്മിലുള്ള പ്രണയമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ജൂഹി കി കലി പ്രിയയാണ്, നായികയാണ്. അതുപോലെ ഇവിടെ പവൻ എന്ന് പറയുന്നത് ഇതിലെ നായകനാണ്. നമുക്ക് കവിതയിലേക്ക് ഒന്ന് പോകാം. വിജന വന വല്ലരി പർ സോത്യത്തി സുഹാഗ് ഭരി സ്നേഹ് സ്വപ്ന മഗൻ അമൽ കോമൽ തനു തരുണി ജൂഹി കി കലി ദൃഗ് ബന്ദ് കിയെ ശിഥിൽ പത്രാങ്ക് മേ വാസന്തി നിഷാത്തി. നമുക്കിതിൻ്റെ ഒരു വേർഡ് മീനിങ് ജസ്റ്റ് ഒന്ന്, ബുദ്ധിമുട്ടുള്ള വേർഡ് മീനിങ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വിജനവന വല്ലരി. വിജനവനം എന്ന് പറഞ്ഞാൽ ഏകാന്ത വനം, ജംഗിൾ. വല്ലരി എന്ന് പറഞ്ഞാൽ ലത അല്ലെങ്കിൽ വള്ളി എന്ന് പറയും. ഹിന്ദിയിൽ ലത എന്നും പറയും. സുഹാഗ് ഭരി എന്ന് പറഞ്ഞാൽ സൗഭാഗ്യവതി എന്നാണ് അർത്ഥം. സ്നേഹം സ്വപ്ന മകന്, അത് നമുക്കറിയാമല്ലോ. സ്നേഹം നിറഞ്ഞ് അല്ലെങ്കിൽ സ്വപ്നത്തിൽ മഗ്നമായി, അല്ലെങ്കിൽ അതിൽ മുഴുകുക, മഗ്ന. അമൽ കോമൽ തനു തരുണി. ശുദ്ധമായ, അമൽ മീൻ ശുദ്ധമായ, കോമളമായ, കോമൾ. തനു തരുണി, തനു മീൻ സൂക്ഷ്മമായ, തരുണി ശരീരം. ജൂഹി കി കലിയുടെ ശരീരത്തെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൃഗ് ബന്ദ് കിയെ ശിഥിൽ പത്രാങ്ക്. ദൃഗ് മീൻസ് ആങ്കെ, കണ്ണ്, ഐ. ശിഥിൽ മീൻസ് തക്കാവുക, ക്ഷീണിച്ച. പത്രാങ്കമേ, ഇലകളുടെ മടിത്തട്ടിൽ. പത്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇലകളുടെ മടിത്തട്ടിൽ എന്നാണ് അർത്ഥം. വാസന്തി നിഷാത്തി, അതായത് നിലാവുള്ള രാത്രി, വസന്തം നിറഞ്ഞ ആ നിലാവുള്ള രാത്രി, അതാണ് വാസന്തി നിഷ. നമുക്ക് നോക്കാം, ആ സ്റ്റാൻസ് നമുക്ക് നോക്കാം. വിജന വന്ന വല്ലരി പർ സോത്യത്തി സുഹാഗ് ഭരി സ്നേഹ സ്വപ്ന മഗൻ അമൽ കോമൽ തനു തരുണി ജൂഹി കി കലി ദൃഗ് ബന്ദ് കിയെ ശിഥിൽ പത്രാങ്ക് മേ വാസന്തി നിഷാത്തി. ഏകാന്തമായ വനത്തിൽ അല്ലെങ്കിൽ കാട്ടിൽ നമ്മുടെ ജൂഹി കി കലി നമ്മുടെ വല്ലരി പർ, വള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. സോത്തീത്തി സുഹാഗ് വരി, സൗഭാഗ്യവതിയാണ് അവൾ. ഉറങ്ങുന്ന ആ പ്രണയിനി, നായിക ഇവിടെ വളരെ സൗഭാഗ്യവതിയാണ്. സ്നേഹ സ്വപ്ന മകന്, അവൾ ഉറങ്ങുന്നത് എങ്ങനെയാണ്? തൻ്റെ പ്രിയതമനോടുള്ള സ്നേഹം, അവർ തമ്മിലുള്ള സ്വപ്നം, പ്രിയതമനെ പറ്റിയുള്ള സ്വപ്നമൊക്കെ കണ്ടിട്ട് അതിൽ മുഴുകിയിരിക്കുകയാണ്.
ഉറക്കത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. പഴയ കാലം അവർ തമ്മിൽ സ്നേഹിച്ച് നടന്ന ആ ഓർമ്മകളാണ് സ്വപ്നത്തിൽ. ഇനിയും കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വിയോഗം ഓർത്തുകൊണ്ട് ഉറങ്ങുകയാണ്. അമൽ കോമൽ തനു തരുണി ജൂഹിക്ക് കലി. ജൂഹിക്ക് കലിയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ശുദ്ധമായ, കോമളമായ, സൂക്ഷ്മമായ ശരീരം ജൂഹിക്ക് കലി. ദൃഗ് കിയെ, അവൾ കണ്ണടച്ചിരിക്കുകയാണ്. ആങ്ക് ദൃഗ്. ഷിതിൽ പത്രാങ്കുമേ, ഇവിടെ കണ്ണും അടച്ച് കിടക്കുകയാണ്. ഷിതിൽ പത്രാങ്കുമേ, ക്ഷീണിച്ചുകൊണ്ട് എവിടെ? ഇലകളുടെ മടിത്തട്ടിൽ. നമുക്കറിയാം, മുല്ലമുട്ടിനെ ശ്രദ്ധിച്ചാൽ അറിയാം, മുല്ലമുട്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പ്രത്യേക ഭംഗിയാണ്. വിരിയാതെ ഇങ്ങനെ എന്താ പറയുക, ചെരിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാസന്തി നിഷാത്തി, ആ രാത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വസന്തം നിറഞ്ഞ രാത്രിയായിരുന്നു, നിലാവുള്ള രാത്രി. അടുത്ത സ്റ്റാൻസ് നമുക്ക് നോക്കാം. विरह विदूर प्रिया संग छोड़ किसी दूर देश में था पवन जिसे कहते हैं മലയാനിൽ. ആ നിലാവുള്ള രാത്രിയിൽ സ്വപ്നം കണ്ട് ക്ഷീണിച്ചുകൊണ്ട് ഇലകളുടെ മടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു നമ്മുടെ മുല്ലമുട്ട്. നമ്മുടെ നായിക തൻ്റെ പ്രിയതമനെയും ഓർത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വിധൂർ പ്രിയ സംഘച്ചോട്, ആ രാത്രിയിൽ വിരഹനായി, അല്ലെങ്കിൽ വളരെ ദൂരത്ത് പ്രിയന സംഘച്ചോട്, അവർ വിട്ടിരിക്കുകയാണ്, അകന്നിരിക്കുകയാണ്. തൻ്റെ പ്രിയയെയും അകന്ന് തൻ്റെ പ്രിയതമൻ എങ്ങോ ദൂരെ അവരെയും വിട്ട് അവരെ അകന്ന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പോയി. കാറ്റ് എവിടെയും നിൽക്കത്തില്ലല്ലോ, ഇവിടെ കാറ്റാണ് നായകൻ. കിസി ദൂർ ദേശമേത്താ പവൻ, എവിടെയോ ഏതോ ദേശത്താണ് പവൻ എന്ന് പറയുന്ന നായകൻ, കാറ്റ്. ജിസെ കേത്തെ ഹേ മലയാനിൽ, ആ പവന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ കാറ്റിനെ നമുക്ക് ഇവിടെ കവി താരതമ്യം ചെയ്തിരിക്കുന്നത് മലയാനിലുമായിട്ടാണ്. മലയാനിൽ എന്ന് പറഞ്ഞാൽ ചന്ദനവൃക്ഷങ്ങളിൽ നിന്ന് വരുന്ന സുഗന്ധവായുവാണ്. ആ സുഗന്ധവായു ഇപ്പോൾ ഇവിടെ ഇല്ല. നായികയും വിട്ട് അങ്ങ് ദൂരെ മലയോര പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എവിടെയോ ആണ്. അടുത്ത സ്റ്റാൻസ് നോക്കാം. आई याद बिछुड़न से मिलन की वह मधुर बात, आई याद चांदनी की धुली हुई आधी रात, आई याद कांदा की कमनीय गात, फिर क्या पवन उपवन सरसरिद गहन गिरी कानन, कुंज लदा पुण्यों को पार कर पहुँच जहाँ उसे की केली कली खिली साथ. ഇവിടെ കവി പറയുന്നത്, ആയി യാദ് ബിച്ചുടൻ സെ മിലൻ കി വഹ് മധുർ ഭാത്, തൻ്റെ പ്രിയമായിട്ടുള്ള ആ നല്ല മുഹൂർത്തം, ഇവർ വേർപിരിയുന്ന സമയത്ത്, ബിച്ചുടൻ വേർപിരിയൽ, ബിച്ചുടൻ മീൻസ് വേർപിരിയൽ, ഓർമ്മ വന്നു. ആയി യാദ്, ഓർമ്മ വന്നു. മിലൻ, അവർ തമ്മിൽ കണ്ടുമുട്ടിയ മിലൻ കി വഹ് മധുർ ബാത്ത്, ആ മധുരം നിറഞ്ഞ ആ ഓർമ്മ തനിക്ക് ഓർമ്മ വന്നു. ആർക്ക്? കാറ്റിന്. ഇവിടെ നായകന് തൻ്റെ നായികയെ ഓർമ്മ വരികയാണ്. പണ്ട് കാലത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടിയതും പറഞ്ഞ കാര്യങ്ങളും ആ മധുര കാര്യങ്ങൾ. ആ യാദ് ചാന്ദിനിക്ക് ദുലിയ ഹുയി ആദി രാത്, എപ്പോഴാണ് ഇത് ഓർമ്മ വന്നത്? ചാന്ദിനിക്ക് ദുലിയ ഹുയി ആദി രാത്, നിലാവുൾ നിറഞ്ഞ അവ്യക്തമാണ് അർദ്ധരാത്രി. അർദ്ധരാത്രി നിലാവുള്ള സമയത്താണ് ഇത് ഓർമ്മ വരുന്നത്. നമുക്കറിയാം, പലർക്കും പ്രണയം പൂക്കുന്നത്, അല്ലെങ്കിൽ പ്രണയ ഓർമ്മകൾ വരുന്നത് നിലാവുള്ള രാത്രിയിലൊക്കെ ആയിരിക്കും. ഓക്കെ. ആ യാദ് കാന്താക്കി കമ്പിത് കമനീയ ഗാത്, പ്രിയതമന്, അതായത് നായകന്, കാന്താക്കി കമ്പിത് കമനീയ ഗത്, കോമള ശരീരം, തൻ്റെ പ്രിയതമയുടെ കോമളമായ സുന്ദരമായ ആ ശരീരം ഓർമ്മ വന്നു. फिर क्या पवन उपवर सर सरिद गहनगिरी कानन, कुंज लता पूंजों को पार कर पहुंच जहां उसने की केली कली किली साथ सोती थी. ഒന്നും ചിന്തിച്ചില്ല. പിന്നെ തൻ്റെ പ്രിയയുടെ ഓർമ്മ വന്നത് കാരണം പിന്നെ അവിടെ നിന്നില്ല. പവൻ നേരെ ഉപവർ സർ സരിത്, നദിയും കാടും വൃക്ഷങ്ങളും ചെടിയും ഒക്കെ കടന്ന്
കാറ്റ്, ഗഹൻ ഗിരി കാനൻ ജംഗളുമൊക്കെ കടന്ന്, കുഞ്ച് ലതാ പൂഞ്ചൊക്കെ പാർക്കർ വള്ളികളുടെയും ഇലകളുടെയൊക്കെ കൂട്ടത്തെ കടന്നുകൊണ്ട്, പഹുൻ ജഹാ ഉസ്നേക്ക് കേളി കലി കിലിസാത്ത് അവിടെ എത്തിച്ചേർന്നു. എവിടെ? തൻ്റെ നായിക എവിടെയാണോ ഉറങ്ങിക്കിടക്കുന്നത് അവിടെ കാറ്റ് തൻ്റെ വിരഹവേദന സഹിക്കാൻ വയ്യാതെ, തൻ്റെ പ്രിയതയുടെ ഓർമ്മകൾ സഹിക്കാൻ വയ്യാതെ അതിനെ കാണാൻ, അവരെ കാണാൻ, ആ നായികയെ കാണാൻ, അവൻ്റെ നായികയെ കാണാൻ വേണ്ടി കാറ്റ് അവരെടുത്ത് വന്നു. സോത്തി തീ ജാനെ കഹോ കൈസെ പ്രിയ ആഗമൻ വഹ്, നായകനെ ചൂമേ കബോൽ, डोल उठी वलरी की लड़ी जैसे हिंडोल, इस पर भी जागी नहीं, चुक क्षमा मांगी नहीं, निद्रालस भंगी में विशाल नेत्र मूंदे रही, किंवा मतवाली थी यौवन की मदिरा पिए कौन कहे. ഈ വന്ന സമയത്ത് നമ്മുടെ നായിക ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അവരും ഉറങ്ങിയത് സ്വപ്നം കൊണ്ട് തന്നെയാണ്, സ്വപ്നം കണ്ടുകൊണ്ടാണ്. ആരെ സ്വപ്നം? തൻ്റെ നായകൻ്റെ സ്വപ്നം. സ്വപ്നത്തിലല്ലേ ഉറങ്ങുന്നത്. ഇവിടെ നായകൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, ഞാൻ വന്നത് അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ വരുമ്പോഴും എൻ്റെ പ്രിയതമ്മ ഇവിടെ ഉറങ്ങുകയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രിയ ഇവിടെ ഉറങ്ങുകയാണല്ലോ. പഹുൻ ജഹാ ഉസ്നെ സോത്തി തീ ജാനെ കഹോ കൈസെ പ്രിയ ആഗമൻ വഹ്, എങ്ങനെ അറിയാനാണ്? ഉറങ്ങുകയല്ലേ. നായകനെ ചൂമേ കബോൽ, നായക എന്താക്കി? തൻ്റെ പ്രിയയുടെ കവിള് ഉമ്മ വച്ചു. ഡോൽ ഉട്ടി വല്ലരിക്ക് ലടി ജൈസെ ഹിൻഡോൽ, ആ ഉമ്മ വെച്ചതോടുകൂടി തൻ്റെ പുളകമാറുന്നു, നായിക പുളകമാറുന്നു, തൻ്റെ വള്ളി ആടാൻ തുടങ്ങി, ഊഞ്ഞാൽ പോലെ. ഹിൻഡോൽ ഊഞ്ഞാൽ, ഹിൻഡോൽ മീൻസ് ഊഞ്ഞാൽ. ലടി വള്ളിയുടെ ശാഖയാണ് ലടി. ഢോൽ പുളകമാറുന്ന, ഢോൽ മീൻസ് പുളകമാറുന്ന. നമുക്കറിയാം, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ചുംബിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഞെട്ടലൊക്കെ വരും അല്ലേ? അതേമാതിരി ഒന്ന് ഞെട്ടി, അല്ലെങ്കിൽ പുളകമാറുന്നു. ഇസ് പർ ബി ജാഗി നഹി, പക്ഷേ ഇങ്ങനെ കവിളിൽ ഉമ്മ വെച്ചിട്ടും, കാറ്റ് വന്ന് തൻ്റെ പ്രിയയുടെ കവിളിൽ ഉമ്മ വെച്ചിട്ടും അവൾ ഉണർന്നില്ല. ചുക്ക് ക്ഷമ മാങ്കി നഹി, നിദ്രാലസമേ ഭംഗിമ വിശാൽ നേത്ര മൂന്തേ രഹി, ഞാൻ വന്നിട്ട് എന്നെ സ്വീകരിച്ചിട്ടില്ല, എന്നെ സ്വാഗതം ചെയ്തില്ല, ഞാൻ വന്നത് അറിഞ്ഞില്ല, ഞാൻ വന്നത് അറിയാതെ ഉറങ്ങുകയാണ്. അവൾ എന്തോ കുടിച്ചുകൊണ്ട്, എന്തോ മധുരം, എന്താ പറയുക, പാനീയം അല്ലെങ്കിൽ നിദ്രയിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ മദ്യലഹരിയിൽ അവൾ ഉറങ്ങുകയാണെന്നാണ് ആര് വിചാരിക്കുന്നത്? കാറ്റ് വിചാരിക്കുന്നത്. അവൾ മാപ്പ് ചോദിച്ചില്ല, ക്ഷമയെ ചോദിച്ചില്ല, തൻ്റെ മറവിയെപ്പറ്റി ക്ഷമയും ചോദിച്ചില്ല. നിദ്രാലസമേ ഭംഗ്യം വിശാൽ നേത്രം മൂന്തേരഹി, അവൾ ഉറങ്ങുക തന്നെയാണ് വിശാലമായ ആ കണ്ണുകൾ അടച്ചുകൊണ്ട് നീണ്ട ഉറക്കത്തിലാണ്. ക്യുവ മത്വാലി തീ യൗവനിക്ക് മധുരാപ്പിയെ കോൻ കഹെ, ഒരു പക്ഷേ യൗവനത്തിൻ്റെ മദ്യലഹരിയിൽ മത്ത് പിടിച്ചതായിരിക്കാം. കവി പറയുന്നു, അവൾ ഉറങ്ങുകയാണ്, അവൾ ഉറങ്ങുന്നത് യൗവനത്തിൻ്റെ മദ്യലഹരിയിൽ ആണ്, അല്ലാതെ മൈൻഡാക്കാഞ്ഞിട്ടല്ല. നിർദയ് ഉസ് നായകനെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. ദയ നഷ്ടപ്പെട്ടു. നിർദയ് ദയ നഷ്ടപ്പെടുക, ദയ ഇല്ലാണ്ടാവുക. ഉസ് നായകനെ നിപ്പട്ട് നിട്ടുറായിക്ക് ജോങ്കോं की जड़ियों से सुंदर सुकुमार देह सारी जगजोर डाली, തൻ്റെ ശക്തി ഉപയോഗിച്ച്, തൻ്റെ കാറ്റിൻ്റെ ശക്തി നമുക്കറിയാലോ, അങ്ങ് ആടി ഉലച്ചു. ജോങ്കോं की जड़ियों से सुंदर सुकुमार देह, ആ സുന്ദരമായ ശരീരം ജഗ്ജോർ ഡാലി, ഇളക്കി മറച്ചു. കാറ്റ് ഇങ്ങനെ മുല്ലമുട്ട് ചെടി ഇങ്ങനെ വീശിയടിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ. അതുപോലെ മസൽ ദിയെ ഗോരെ കബോൽ ഗോൽ, തൻ്റെ പ്രിയയുടെ കവിൾ തിരുമാൻ തുടങ്ങി കാറ്റ്. ചോക്ക് പടിയൂതി, പെട്ടെന്ന് നമ്മുടെ നായിക ഞെട്ടിയുണർന്നു. ചകിത് ചിതുവൻ നിജ് ചാരോ ഓർ ഫേർ, ഭയന്ന മനസ്സ് നാലു ഭാഗവും സ്വയം ഓടിച്ചു നോക്കി, പേടിച്ചു. ഹേർ പ്യാരെ കെ സേജ് പാസ്, തൻ്റെ പ്രിയതമൻ, തൻ്റെ സ്നേഹിതൻ, താൻ സ്നേഹിക്കുന്ന ആ ഓർമ്മയിൽ ഞാൻ ഉറങ്ങിപ്പോയ ആ
യൗവനത്തിൻ്റെ മദ്യലഹരിയിൽ ഞാൻ ഉറങ്ങിയ ആ സമയത്ത് എൻ്റെ നായകൻ ഇവിടെ വന്നിരിക്കുന്നു. നമ്രമുഖി ഹസി കിളി തൻ്റെ നായകനെ കണ്ടതോടുകൂടി മുല്ലമൊട്ട് വിടരാൻ തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും പ്രിയനോടൊത്ത് രണ്ടുപേരും പ്രണയത്തിൽ രമിക്കാൻ തുടങ്ങി. കേൽ രംഗ് പ്യാരെ സംഗ് ചകിത് ചിത്തവൻ നിജ് ചാരോ ഓർ ഫേർ ഹേർ പ്യാരെ കെ സേജ് പാസ്. തൻ്റെ പ്രിയതമൻ തൻ്റെ അടുത്ത് നമ്രമുഖി മുഖം കുനിക്കുക. തൻ്റെ പ്രിയതമനെ കണ്ടതോടുകൂടി അവൾ മുഖം കുനിച്ചു. ഹസി ചിരിച്ചു. കിളി വിടരാൻ തുടങ്ങി. കേൽ രംഗ് പ്യാരെ സംഗ് അവർ കളിക്കാൻ തുടങ്ങി. പ്രിയനോടൊത്ത് രമിക്കാൻ തുടങ്ങി. തൻ്റെ പ്രണയം അവർ രണ്ടുപേരും പ്രണയം രമിക്കാൻ തുടങ്ങി. ഇത്രയേ ഉള്ളൂ. വളരെ സുന്ദരമായ കവിതയാണ്. ഇവിടെ കാറ്റും മുല്ലമൊട്ടുമാണ് സ്നേഹിക്കുന്ന അവരുടെ പ്രതീകമായിട്ട്, പ്രകൃതിയെ പ്രതീകമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദം.